ഒരാൾ ഒരു ഇ കോമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, PTC ഇ കോമേഴ്സ്, മേ ബി അത് ആളൊരു പ്രോഡക്റ്റ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ചെയ്തായിരിക്കാം, തനിയെ അവർ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചൈന പോലെയുള്ള കൺട്രിയിൽ നിന്ന് സോഴ്സ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കും. മേ ബി അവർ നിഷയിൽ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആഡ്സിലോട്ട് ഇറങ്ങുന്നുണ്ട്, ആഡ്സ് പെയ്ഡ് ആഡ്സിലോട്ട് ഇറങ്ങുന്നുണ്ട്. എന്തൊക്കെയാണ് അപ്പൊ അക്ഷന്റെ ഒരു എക്സ്പീരിയൻസിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ബേസിക് ആയിട്ട്? നമ്മൾ മെയിൻലി നമ്മൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഫിറ്റ് ആണ്. അതായത് പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്രത്തോളം ഒരു സൊല്യൂഷൻ കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യേണ്ടത്. പല സ്റ്റാർട്ടപ്സും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഫെയിൽ ആവാനുള്ള വൺ ഓഫ് ദി മെയിൻ റീസണും ഈ മാർക്കറ്റ് ഫിറ്റിന്റെ പ്രോപ്പർ അനാലിസിസും കാര്യങ്ങളും പ്രോപ്പർലി നടത്താത്തതിന്റെ ഒരു റീസൺ കൊണ്ടാണ് ഇപ്പം ഈ പല സ്റ്റാർട്ടപ്പും ഇതേപോലെ ഫെയിൽ ആവുന്നുള്ളത്. നമുക്കൊരു പ്രോപ്പർ ഒരു വിഷൻ വേണം. അതായത് ആ പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് എന്നുള്ള പ്രോപ്പർ ഒരു വിഷനും അതുപോലെ തന്നെ പ്രോപ്പർ ആ ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഫിറ്റ് കാര്യങ്ങളും അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മളൊരു ടാർഗറ്റ് ഓഡിയൻസിന് എല്ലാ ഒരു ബ്രാൻഡിനെ പോലെ തന്നെ ഒരു നോർമൽ ബ്രാൻഡ് മാത്രമാണ് നിങ്ങൾ. അതായത് ഏതൊരു ബ്രാൻഡിനെ പോലത്തെ ഒരു ബ്രാൻഡാണ് നിങ്ങൾ. അതിൽ നിങ്ങൾക്ക് എന്ത് കൂടുതലായിട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ എന്ത് USPs നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നു, ബാക്കിയുള്ള ബ്രാൻഡ്സുമായിട്ട് നിങ്ങൾ എങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ വൺ ഓഫ് ദി മെയിൻ ഫാക്ടർ. അതാണ് മാർക്കറ്റ് ഫിറ്റിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ സംഭവം ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് ഫെയിൽ ആവാനുള്ള റീസൺ കൂടുതലാണ്.